ലക്ഷങ്ങൾ നമുക്ക് പോയിട്ടുണ്ട്. എക്സ്പെർട്ട് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ചാമ്പി. വെൽക്കം ടു യുവർ വീഡിയോ. ഇറ്റ്സ് മീ ജിഫ്രി. ഐ എം ദ ഫൗണ്ടർ ആൻഡ് സിസി ഓഫ് എജുസോൺ. ഇപ്പൊ നോർമലി നമ്മളൊക്കെ ഫേസ് ചെയ്തൊരു കാര്യം കേട്ടോ. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ ഞാനും മുനവറായിരുന്നു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂസ് ഇല്ല, നമുക്ക് അറിയാത്ത കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി ഡിസിഷൻ മേക്ക് ചെയ്യും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്നിട്ട് ഞാൻ മുനവറിനെ പറയാറ് അതിങ്ങനെ തന്നെ മതി, ഇതിങ്ങനെ ചെയ്യാം, ലോണിനെ പറയാറ് അത് ഇങ്ങനത്തെ ചെയ്യാം, എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പൈസ പോവുകയും ചെയ്യും. അതിന് നമുക്കൊരു 3-4 തവണ നമുക്ക് അങ്ങനെ പൈസ പോയിട്ടുണ്ട്, ലക്ഷങ്ങൾ നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞങ്ങളോട് പറഞ്ഞ കാര്യം അതിനി ഇപ്പം ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ് ഇപ്പം കറന്റ് റൺ ചെയ്യുന്ന ഒരാൾക്കോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സ്പെർട്ടുകൾ കണ്ടു. അപ്പോൾ ഒരു എക്സ്പെർട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ചാമ്പി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാമ്പുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് പോയിട്ടുണ്ട്. ഈ പൈസ കൂട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് ആ കടക്കം നമ്മൾ വീട്ടിയതും നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നതും. പക്ഷെ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇപ്പം എല്ലാവരും അത് നെഗറ്റീവായിട്ട് കാണും. നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ടല്ല കാണല്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഇങ്ങനത്തെ ഓരോ ഒരു ഫെയിലിയർ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നാക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം ലെസൺ. ഓക്കെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ്, പൈസ പോവും, നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ പിന്നെയും കുറേ പോവും. ഈ പോകുന്ന സമയത്തൊക്കെ നമ്മളത് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അധികം ആൾക്കാർ ഒന്ന് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, ഇനി ഇതുമ്പോൾ നമുക്ക് കഴിച്ചാവും, നമുക്ക് തോന്നില്ല, ഒരു പ്രതീക്ഷയില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി, ആർക്ക് പോയി? അമ്മക്ക് പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കൊല്ലങ്ങളോളം നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ഒരു തോൽവി വരുമ്പോഴത്തേക്കും പോകാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളും വർക്കറും നമ്മളിപ്പോൾ എന്താ വ്യത്യാസം? നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരാളാണ് ആസ് എ ഓൺട്രപ്രനർ എന്ന് പറയാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ ഞാനും മുന്നോറൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സ് അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വളരെ ഏർലി ഏജിലായതുകൊണ്ട് തന്നെ നമ്മളടുത്ത് കുറേ ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ സുഖമായിരിക്കും. കാരണം നമുക്ക് അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പറഞ്ഞ സത്യമായിരിക്കും അല്ലേ, ഒരു പറഞ്ഞത് നല്ല രീതിയിലായിരിക്കും, നമുക്ക് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇല്ലാത്ത പൈസ ഒക്കെ നമ്മൾ ഇറക്കി പിടിച്ചിട്ടാണ് നമ്മൾക്ക് കൊടുക്കുക. ഈ കൊടുക്കുന്ന പൈസക്ക് എന്താവും, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ നല്ല രീതിയിൽ നമ്മൾ ഫ്ലോപ്പ് ആക്കും, നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്താക്കും പറ്റിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പറ്റിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു എന്തുകൊണ്ട് എന്താ നമ്മൾ പറ്റിക്കപ്പെട്ടത്. പിന്നെ കുറേ കൊല്ലങ്ങളോളം കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലായി നമുക്ക് ബിസിനസ്സിൽ നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മൾ പുറമുള്ള ആൾക്കാർ കുറേ കൊല്ലങ്ങളോളം ബിസിനസ് ചെയ്ത ആൾക്കാരെ എക്സ്പേർട്ടുകളുടെ സെഷൻസ് ആണ് നമുക്ക് വാല്യുബിൾ ആയിട്ടില്ല, നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലായി. കാരണം ഒരുപാട് ഡൗട്ട് ഓരോരുത്തർ നമ്മൾ ചോദിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് എക്സ്പേർട്ടുകളുമായിട്ട് നമുക്കൊരു കോൺവെർസേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ ഓൺടർപ്രണേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ച് ഓരോരോ ബിസിനസ്സിൻ്റെ ആൾക്കാരെ പോയി കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ വാല്യുബിൾ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഈ വാല്യുബിൾ പോയിന്റ്സ് കിട്ടിയ സമയത്ത് നമുക്ക് മനസ്സിലായി യെസ്, അപ്പം അന്ന് പോലൊക്കെ ഇങ്ങനെ ചെയ്ത് അന്ന് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് നമുക്ക് പൈസ പോയത് ഇന്നത് കൊണ്ട് ഏനില്ലേ, ആ സമയത്ത് നമ്മൾ ഇന്നത് ഏനില്ല പറയേണ്ടതെന്നൊക്കെ മനസ്സിലായത് എക്സ്പേർട്ടുകൾ സെഷൻസ് കിട്ടിയിട്ടാണ്. ഓരോരുത്തരെ ഫ്രീ ടൈം നോക്കി നമ്മൾ പോയി ഒരു കൺസൾട്ട് ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഓക്കെ, അത് കേട്ടപ്പോൾ പിന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ ബിസിനസ്സിൽ ഇറക്കാനും പുതിയ അപ്പം നമുക്ക് കുറേ ഫെയിലിയേഴ്സ് നമുക്ക് പിടിച്ചിരിക്കാറ്. കാരണം എന്താ, അപ്പം നമുക്കൊരു ഐഡിയ വരും നമ്മൾ ചെയ്യേണ്ട. അത് വരാനുള്ള കാരണം നമുക്ക് ഈ തോൽവിയിലൂടെയാണ്. അപ്പോൾ ഈ തോൽവിയിലൂടെ നമുക്ക് എക്സ്പേർട്ടുകൾ സെഷൻസ് തോന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് ഫേക്കിൽ പറ്റിക്കപ്പെടുന്നതിലൂടെ നമുക്ക് പോകാം. കാരണം കുറേ ആൾക്കാർ നമ്മളെ പറ്റിക്കുക, അത് പറ്റിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എക്സ്പെർട്ടുകളെ കാണുക, നമ്മളത് സോൾവ് ചെയ്യുക. ഓക്കെ, എക്സ്പെർട്ടുകളൊക്കെ കുറേ കാര്യങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ ഓരോ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഉൾപ്പെടുത്തുക. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കപ്പെടുന്നത് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ഇൻഫർമേഷൻ ഉള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, എൻ്റെ പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.